ഇന്ന് ഈ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ അത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും പീൽ ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നീളത്തിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റാണ് വേവിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റവ് ഓൺ വേവട്ടെ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കതിലേക്ക് ക്രിസ്പിനെസ് വേണ്ടി 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് അവിടെ വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്ത് വറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പണിയുണ്ട്. നമ്മൾ നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ടിഷ്യൂ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നന്നായി തുടച്ച് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മസാലപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ചെറിയൊരു വാട്ടർ കണ്ടന്റ് എന്തായാലും ഉണ്ടാവും അതിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ ഒട്ടി പിടിച്ചിരുന്നുള്ളൂ കേട്ടോ. വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് നല്ലൊരു ചട്ടിയിലിട്ട് ഇത് വറുത്താലോ. അപ്പോൾ നമ്മൾ നല്ല പാത്രം ഇട്ടിട്ടുണ്ട്. അത് നല്ല ചൂടായപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വെന്തോന്നായപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസ് വെച്ചിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.